പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനിടയായി തീർന്നല്ലോ. പ്രശ്നകലുഷിതമായ ഈ ലോകത്തിൽ ദൈവവചനമാണ് നമുക്ക് യഥാർത്ഥമായ ആശ്വാസവും സന്തോഷവും നൽകുന്നത്. ഇന്നും അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനത്തിന് മുൻപിൽ ആയിരിക്കുന്നത് സന്തോഷകരമാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നാം എന്തായിത്തീരണം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വരുന്നത്. ആദ്യമായി നമ്മൾ ചിന്തിച്ചത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകണമെന്ന് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് എപ്രകാരം നമുക്കായിത്തീരുവാൻ സാധ്യമായി തീരും? വെളിച്ചം കെട്ടുപോകുന്ന മേഖലകളുണ്ട്. അതേക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യമായി ചിന്തിപ്പാനിടയായി തീർന്നു. അതിനുശേഷം വീണ്ടും നമ്മളോട് ദൈവവചനം ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് അതിൻ്റെ തുടർമാനമായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരണം, അഥവാ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവവചനം നമ്മളോട് മൂന്നാമത് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ ക്രിസ്തുവിന് ഒരു സൗരഭ്യ വാസനയായി തീരണം എന്നുള്ളത്. എങ്ങനെ നമുക്കതിന് സാധ്യമാകും? നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ പല മേഖലകളിലുമൊക്കെ യേശുവിന് വേണ്ടി സൗരഭ്യവാസനയായി തീർന്ന അനേക ഭക്തന്മാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിലവാരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു സൗരഭ്യവാസനയായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിന് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നും കൂടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തുടർന്ന് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നമ്മൾ എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യാത്ര പോകുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വ്യത്യസ്തങ്ങളാകുന്ന മണങ്ങളുള്ള പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ പെർഫ്യൂം ഉപയോഗത്തിൻ്റെ പിന്നിലെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം അകറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് അടിസ്ഥാനമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും മുന്തിയ ഇനത്തിലുള്ളതും ഏറ്റവും വില കൂടിയതുമായ പെർഫ്യൂമൊക്കെ ഇന്ന് നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് വാങ്ങുവാനായിട്ട് സാധ്യമായി തീരും. നമ്മളുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് നമ്മൾ പലപ്പോഴും ചിലരൊക്കെ അത് ഉപയോഗിക്കാറുമുണ്ട്. കാരണം എന്താണ്? നമ്മൾ മറ്റുള്ളവരുമായി സഹകരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ള ജനങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ നമ്മളിലുള്ള ദുർഗന്ധം അകറ്റി ഒരു മണം മറ്റുള്ളവർക്ക് പകരുവാൻ സാധ്യമായി തീരണം, അഥവാ നമ്മളുടെ ദുർഗന്ധം അകറ്റി നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകണം എന്നുള്ളത് അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് പാപത്തിൻ്റെ ദുർഗന്ധം ആരിൽ നിന്നും വമിക്കുവാൻ ഇടയായി തീരാതെ ദൈവവചനത്തിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി ഞാനും നിങ്ങളുമായി തീരണം. അഥവാ ക്രിസ്തുവിലുള്ള സൗരഭ്യം നമ്മളിലൂടെ പകരപ്പെടുവാൻ, നമ്മളിലൂടെ മറ്റുള്ളവർ അത് മണക്കുവാൻ ഇടയാകണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് നമുക്ക് എങ്ങനെ സാധ്യമായി തീരും എന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാരംഭമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗം എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പൗലോസ് പറയുന്നൊരു ഭാഗമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നടക്കുവാൻ കഴിഞ്ഞാൽ അത് ഒരു സൗരഭ്യവാസനയായി തീരും എന്ന് തിരുവചനം നമ്മളോട് പറയുമ്പോൾ നമുക്ക് ആ സുഗന്ധം ഒന്ന് ഏറ്റെടുക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി യഥാർത്ഥമാകുന്ന ഒരു സുഗന്ധവാഹികളായി നമുക്ക് തീരുവാൻ സാധ്യമാകും എന്നുള്ളത് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ആദ്യമായിട്ട് തിരുവചനം നമ്മളോട് പറയുന്നത് നമ്മളൊരു ക്രിസ്തുവിൻ്റെ വാസന നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധ്യമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ ഒഴുകപ്പെടുവാനായിട്ട് ഇടയായി തീരണം.
എങ്കിൽ മാത്രമേ ലോകത്തിന്, അഥവാ ഈ ദുർഗന്ധം വമിക്കുന്ന ഈ ലോകത്തിൽ അല്പമെങ്കിലും ദുർഗന്ധം അകറ്റുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഈ ചില സ്ഥലങ്ങളൊക്കെ, ചില സീസണുകളിലൊക്കെ ഈ പാലമരം പൂക്കുന്ന സീസൺ നമുക്കറിയാം. അതുപോലെ തന്നെ ഇലഞ്ഞി മരങ്ങൾ പൂക്കുന്ന സീസണുകൾ നമുക്കറിയാം. ഈ മരങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന സമയത്ത് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് തന്നെ ഇതിൻ്റെ മണം നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുകയും യേശുവിനെ പിൻഗമിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു സുഗന്ധവാഹികളായി തീരണം, മറ്റുള്ളവരെ ഈ സുഗന്ധത്തിലേക്ക് ആകർഷിക്കുന്നവരായി തീരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതിന് നമുക്ക് സാധ്യമാകണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർ അറിയുവാൻ സാധ്യമാകണം. സുഗന്ധത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അഥവാ യേശുവിലുള്ള സ്നേഹം. ലോകത്തിൽ ഒട്ടനവധി സ്നേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശുവിലൂടെ നിസ്വാർത്ഥമാകുന്ന, പകരം ഒന്നും ആവശ്യപ്പെടാതെയുള്ള യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലവാരത്തിൽ അത് പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഓർമ്മപ്പെടുന്ന മറ്റൊരു ഭാഗമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് അതുപോലെ തന്നെ നാമും സ്നേഹത്തിലായിരിക്കണം. അഥവാ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മളുടെ ആ ദൈവ സ്നേഹം വാസ്തവത്തിൽ എന്താണ് എന്ന് ലോകം അറിയണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമുക്കൊരു സൗരഭ്യ വാസനയായി തീരണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ പ്രാരംഭപടിയായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് വരുമ്പോൾ സ്തോത്രം, നമ്മളിവിടെ കാണാൻ കഴിയുന്ന ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരു സൗരഭ്യ വാസനയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുവാൻ നമ്മളാൽ കഴിയുന്ന നിലവാരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നതും ഒരു സൗരഭ്യ വാസനയായി തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ നമുക്കൊരു പക്ഷെങ്കിൽ സുവിശേഷം മറ്റുള്ളവരുടെ നേരിട്ട് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ മുഖാന്തരം സുവിശേഷം എത്തപ്പെടുവാൻ സാധ്യമാകേണ്ടത് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ആ നിലവാരത്തിൽ സഹായിക്കുവാൻ കഴിയുന്നതും ദൈവത്തിന് യഥാർത്ഥമാകുന്ന ഒരു സൗരഭ്യ വാസനയായി തീരും എന്ന് തിരുവചനം പറയുന്നെങ്കിൽ അതിനും സ്തോത്രം നമുക്കിടയായി തീർന്നേ മതിയാകത്തുള്ളൂ. ദൈവം അത് നമ്മളോട് ആവശ്യപ്പെടുന്നു, അത് ചെയ്യുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, അതിന് നമുക്ക് സാധ്യമായി തീരണം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മളിലൂടെ യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു സൗരഭ്യവാസനയായി വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ സാധ്യമാകുന്ന നിലവാരത്തിൽ ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അതും ഒരു സൗരഭ്യവാസനയായി തിരുവചനം നമ്മളെ അറിയിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14-ാമത്തെ വേദവാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, പരിജ്ഞാനത്തിൻ്റെ വാസന. ജ്ഞാനം നമുക്ക് അറിയാൻ കഴിയും. പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ളതായ ആഴമേറിയ അറിവാണ്. യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ അറിവ് നമുക്കുണ്ടെങ്കിൽ അതും വേദപുസ്തകം പറയുന്നത് വാസ്തവത്തിൽ ഒരു വാസന തന്നെയാണ് എന്നുള്ള, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആഴമായിട്ട് അറിയുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമുക്കൊക്കെ ദൈവത്തെ അറിയുവാൻ കഴിയുന്ന ഏതൊക്കെ മേഖലകളിലാണ്? പലപ്പോഴും നമ്മൾ യേശുവിനെ അറിയുന്നത് നമ്മുടെ എന്തെങ്കിലും രോഗം സൗഖ്യമായത് മുഖാന്തരമോ, നമ്മുടെ എന്തെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ സാമ്പത്തികമായ സഹായം മറ്റ് പലരിലൂടെ ലഭിച്ചതോ, ഇതൊക്കെയാണ് യേശുവിലൂടെയുള്ള പരിജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ കേവലമായ അറിവെന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്ത് വാസ്തവത്തിൽ ദൈവം ആരാണെന്ന് യേശുവിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന യഥാർത്ഥമാകുന്ന ഒരു പരിജ്ഞാനം നമുക്കുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരനാകുന്ന വിശുദ്ധ പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക എന്ന്. ക്രിസ്തുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ പരിജ്ഞാനം അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ, മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത്. ആ ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ പരിജ്ഞാനവും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഒരു സൗരഭ്യ വാസനയായിട്ടാണ്. നമുക്ക് വാസ്തവത്തിൽ എത്രമാത്രം ഈ യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്? ഒരു രോഗം സൗഖ്യമാക്കുന്നതിന് അപ്പുറത്തുള്ള അറിവ് നമുക്ക് യേശുവിനെ കുറിച്ചുണ്ടോ? നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ഒരു യേശുവിനെ അറിവിനെ കുറിച്ച് അപ്പുറത്തെന്തെങ്കിലും അറിവ് നമുക്കുണ്ടോ?
ആ അറിവ് മാത്രമാണോ വാസ്തവത്തിൽ യേശുവിലുള്ളത്? ആ അറിവിലേക്ക് മാത്രമാണോ നമ്മൾ പരിമിതപ്പെട്ടു പോകുന്നത്? എങ്കിൽ ഓർക്കണം, ഒരു യഥാർത്ഥമാകുന്ന സൗരഭ്യവാസന അതിലൂടെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധ്യമാകത്തില്ല. ആഴമേറിയ യേശുവിലുള്ള ദൈവത്വം എന്താണ്, യേശു ദൈവമാണെന്നുള്ള ആഴമേറിയ ഒരു അറിവ്, സകലത്തിനും മതിയായവൻ ആണെന്നുള്ള ആഴമേറിയ ഒരു അറിവ്, ഇല്ലായ്മയും സകലത്തെയും വിളിച്ചു വരുത്തിയ ഒരു ദൈവമാണെന്നുള്ള ആഴമേറിയ ഒരു അറിവ്, ആ ദൈവത്തിൻ്റെ വലിപ്പം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ പരിജ്ഞാനം നമുക്കുണ്ടാകുന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു പരിജ്ഞാനത്തിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ അറിവുകൾ എവിടം വരെ ആയിരിക്കുന്നു? അഥവാ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള അറിവിൽ മാത്രം പരിമിതപ്പെട്ട് ഇന്നും നിൽക്കുകയാണോ? അതിനപ്പുറത്തേക്കുള്ളൊരു കാഴ്ചപ്പാട് യേശുവിനെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ നമുക്കില്ല എന്ന് വരികിൽ നമുക്കൊരു യഥാർത്ഥ സുഗന്ധവാഹിയായി നിൽക്കുവാൻ സാധ്യമാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ ഒരു സുഗന്ധവാഹികളായി തീരേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്ന് ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. അടുത്തതായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ വായിക്കുന്ന 2 പദങ്ങളുണ്ട്. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. ഇവർക്കെന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ്. നിത്യമാകുന്ന നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, അപ്പോൾ തന്നെ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്ന കൂട്ടരെ കുറിച്ച് പറയുന്നത് അതൊരു വാസനയാണ്. അഥവാ യേശുവിലൂടെയുള്ളതായ നിത്യജീവൻ പ്രാപിക്കുന്നത് യേശുവിൽ കൂടെയുള്ള ഒരു വാസന എന്നാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നതെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ആ നിത്യജീവൻ അർഹമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നും യേശുവിനെ കുറിച്ചുള്ള അറിവുകൾ എവിടം വരെ എത്തി നിൽക്കുന്നു? യേശുവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? അതോ കേവലം എന്തെങ്കിലും സൗഖ്യത്തിൻ്റെ പിന്നിലോ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിൻ്റെ പിന്നിലോ മാത്രമായി നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന അനുഭവമാണെങ്കിൽ അതിന്ന് മാറി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് നിത്യതയിലേക്ക് എത്തുവാൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന ഒരു സൗരഭ്യവാസനയായി തീരുവാൻ സാധ്യമായിത്തീരും. മറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ അറിവുകൾ കേവലം ചിലതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി യേശു വിഭാവനം ചെയ്യുന്ന ആ സ്നേഹമെന്താണ്, യേശു വിഭാവനം ചെയ്യുന്നതായ നിത്യരാജ്യം എന്താണ്, നിത്യജീവൻ എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇനിയും നിങ്ങൾക്ക് എത്തപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സുഗന്ധം പരത്തുവാൻ സാധ്യമായി തീരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്ന് മടങ്ങി വരുവാൻ ഈ വചനചിന്ത നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി ഞാനും നിങ്ങളും ആയിത്തീരണം എന്നുള്ളത് തന്നെയാണ്. അവസാനമായി മറ്റൊരു കാര്യം കൂടെ തിരുവചനം ഞാൻ ഓർപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ മറിയ വെളിയേറെ സ്വച്ഛജടാമാംസ്യ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കാൽ കൊണ്ട് തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയുവാനിടയായി. യേശു ഒരു വീട്ടിൽ ചെല്ലുവാനിടയായി. ആ വീട്ടിൽ ചെന്ന സമയത്ത് മറിയ വിലയേറിയ സുഗന്ധവർഗമെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശുവാനിടയായി. യേശു വന്ന ആ ഭവനവും ആ പരിസരവും മുഴുവൻ ഒരു സുഗന്ധപൂരിതമായി തീരുവാനിടയായി. യേശു എന്നിലും നിങ്ങളിലും അഥവാ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടെന്ന് വരികിൽ നിശ്ചയമായിട്ടും അത് എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ സുഗന്ധം പരക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ കഴിയട്ടെ. വാസ്തവത്തിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് യേശു ഉള്ള ഭവനമാണ് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ ആ സുഗന്ധം വെളിയിലേക്ക് പരക്കുവാൻ സാധ്യമായി തീരുന്നുണ്ടോ? യേശുവിനെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി അഥവാ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ നമ്മളിലൂടെ ആ സുഗന്ധം മറ്റുള്ളവർക്ക് മണക്കുവാൻ കഴിയുന്നുണ്ടോ? അത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ചിന്തകൾ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇല്ല എന്ന് വരികിൽ നമുക്കൊന്ന് പുനർവിചിന്തനത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനായിട്ടിടയായിട്ട്, കർത്താവേ, യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ, യേശു ഉള്ള ഭവനമാണ് എൻ്റെ ഭവനമെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് യേശുവിലൂടെയുള്ള സുഗന്ധം മനസ്സിലാക്കുവാൻ കഴിയാതെ, അത് മണക്കുവാൻ കഴിയാതെ പലപ്പോഴും ആകുന്ന അനുഭവങ്ങൾ, ജീവിത പശ്ചാത്തലങ്ങൾ എനിക്കുണ്ട്. കർത്താവേ, അതിൽ തന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതിന്ന് മാറ്റി നിങ്ങളെ ഏറ്റവും ഒരു സുഗന്ധമാകുന്ന അനുഭവത്തിൽ നിങ്ങളെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ചിന്തകൾ നിശ്ചയമായിട്ടും നിങ്ങളിലെ ആ സുഗന്ധം ഒന്നും കൂടെ പരത്തുവാൻ,
കേവലം നിങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒന്നും കൂടെ പരക്കുവാൻ, നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരക്കുവാൻ, നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും ഈ സുഗന്ധം ഒന്ന് പരന്നൊഴുകുവാൻ, അത് മറ്റുള്ള നിങ്ങളുടെ സമീപത്തുള്ള ഭവനങ്ങളെ ആകർഷിക്കുവാൻ, നിങ്ങളുടെ സ്നേഹിതരെ ആകർഷിക്കുവാൻ, നിങ്ങളുടെ അയൽക്കാരെ ആകർഷിക്കുവാൻ ഒക്കെ അതിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചുവല്ലോ, ഇവിടെ നമ്മൾ വായിച്ചത് സ്നേഹമാകുന്ന ഒരു വാസന നമ്മളിലൂടെ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. രണ്ടാമതായിട്ട് ദാനങ്ങൾ ആകുന്ന ഒരു വാസന നമ്മളിലൂടെ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയാകണം. നിത്യജീവൻ്റെ വാസന നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയാകണം. യേശു വന്ന ഭവനത്തിലെ വാസന പോലെ തന്നെ നാമും യേശുവിൻ്റെ ഭവനമാണ്. യേശു വാസം ചെയ്യുന്ന ഓരോ ഭവനങ്ങളാണ് ഞാൻ നിങ്ങളും. ആ അർത്ഥത്തിൽ നമ്മളിൽ നിന്നും നിശ്ചയമായിട്ടും ഒരു സുഗന്ധം പുറത്തേക്ക് ഒഴുകുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമായി സന്തോഷമായി തീരുവാൻ, അനേക ദുർഗന്ധങ്ങളെ അത് അകറ്റിക്കളയുവാൻ ഇടയാകട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എളിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമാകുന്ന കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇതേ ചാനലിലൂടെ ശ്രവിക്കുവാൻ ഇടയായിത്തീരും. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഞങ്ങളുടെ ആരാധന പാലക്കാട് ചന്ദ്രനഗറിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12:30 വരെയുള്ള സമയത്ത് നടക്കുന്നു. അതിലും നിങ്ങൾക്ക് വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.